വിനോദ് ലീല ഡബ്ല്യു ആണ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു ഫാമിലി കോമഡി മൂവി മന്ദാകിനി. എഴുതിയിരിക്കുന്നത് ഷിജു ആണ്. പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇടയ്ക്ക് കുറേ സിനിമകൾ കണ്ട് കല്യാണത്തോടെ അവസാനിക്കുന്ന കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കോമഡി പടങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഉപചാരപൂർവ്വം ഗുണ്ടജ അങ്ങനെ കുറച്ച് പടങ്ങൾ. പക്ഷേ ഈ സിനിമ തുടങ്ങുന്നത് കല്യാണത്തിൽ നിന്നാണ്. കല്യാണത്തിന് ശേഷം നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന ഇൻസിഡൻസാണ് സിനിമയ്ക്കകത്തുള്ളത്. അതായത് ആരോമലിൻ്റെയും അമ്പിളിയുടെയും വിവാഹം, നമ്മുടെ അൽത്താഫിൻ്റെയും അനാർക്കലി മരക്കാരുടെ വിവാഹം കഴിഞ്ഞ് വരുന്ന സംഭവങ്ങളാണ്. അവിടെ വന്നിട്ട് അൽത്താഫ് ടിപ്പിക്കൽ അൽത്താഫ് തന്നെയാണ്. അൽത്താഫിന് വേറൊരു ക്യാരക്ടർ മോചനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്ന് വന്നിട്ട് പലയിടത്തും കോമഡിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി തുടക്കത്തിലൊക്കെ. കാരണം ഒരുപാട് സാധനങ്ങൾ കട്ട ചളിവാരി പൊത്തുകയാണ് തുടക്കം പടം തുടങ്ങി കുറേ സമയത്ത്. ഇടയ്ക്ക് കുറച്ച് ചിരിക്കാനുള്ള സംഭവം വരുന്നുണ്ടെങ്കിലും തുടക്കമൊക്കെ കൂടുതലും കട്ട ചളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ അനാവശ്യമായിട്ടുള്ള കുറേ രംഗങ്ങൾ. ഈ കല്യാണ വീട്ടിലൊക്കെ മറ്റേ ഫ്ലക്സ് വെച്ച് കോമഡി ഉണ്ടാക്കുന്നതൊക്കെ എന്ന് നൂറ്റാണ്ടിൽ കഴിഞ്ഞ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ അജയ് വാസുദേവ് അദ്ദേഹം ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കുറച്ച്, അതൊക്കെ സിനിമയായിട്ട് എന്ത് റിലവൻസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. വെറുതെ കുറേ സീനുകൾ ഇങ്ങനെ തുടക്കത്തിലിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഏറെക്കുറെ ആയപ്പോഴേക്കും തീരുമാനമായി എന്നൊരു മൈൻഡ് സെറ്റായി അന്ന്. പക്ഷേ പിന്നെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങിയതിന് ശേഷം സിനിമയുടെ ട്രാക്കിലേക്ക് വന്ന് പിന്നെ നല്ല രസമായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. കാരണം ത്രൂ ഔട്ട് ചിരിക്കാനുണ്ട്. എന്നാൽ ഭയങ്കര പൊട്ടിച്ചിരിച്ചു അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാനുണ്ട്. അത്യാവശ്യം മെയിനായിട്ട് ഇതിൽ വലിയ ഇൻസിഡൻസ് ഒന്നും നടക്കുന്നില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളൂ, ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പെർഫോമൻസ് വെച്ച് ഇതൊന്നും ക്രിഞ്ചാവാതെ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യ രാത്രിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതേ തുടർന്ന് നടക്കുന്ന ഒരു വിഷയങ്ങൾ, ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ അതേ ഫ്ലോ പിടിച്ച് പോയി സിനിമ അവസാനിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് പാട്ടുകൾ വരുന്നുണ്ട്, നല്ല പാട്ടുകളുണ്ട്. പക്ഷേ പാട്ടുകൾ വരുമ്പോഴേക്കും സിനിമ ഒന്ന് ഡൗൺ ആകുമ്പോൾ എനിക്ക് തോന്നി നമ്മൾ സമയമൊക്കെ നോക്കി അങ്ങനെയൊക്കെ പോയി. പക്ഷേ അതൊഴിച്ച് ചേർത്തി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് എൻഗേജ് ആയിട്ട് നല്ല ആസ്വദിച്ച് ഈ സിനിമ കണ്ട് തീർത്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ കയ്യടി കൊടുക്കേണ്ടത് ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. കാസ്റ്റിംഗ് എവരൊക്കെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇത് പാളിപ്പോയാൽ. കാരണം കഥയിലും തിരക്കഥയൊന്നും വലിയ സംഭവമൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനെ അവർ ഇവരുടെ സിറ്റുവേഷൻ കോമഡികളിലും ഇവരുടെ ആ ബിഹേവ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ, അതായത് ഇതിലുള്ള ആണുങ്ങളെക്കാളും പ്രാധാന്യം സ്ത്രീ കഥാപാത്രങ്ങൾക്കുണ്ട്. അൽത്താഫും അനാർക്കലി മരക്കാറും ആണ് മെയിൻ ക്യാരക്ടറെങ്കിലും അവരെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകണമെങ്കിലും ഇതിൽ സ്കോർ ചെയ്തിരിക്കുന്നതൊക്കെ ബാക്കിയുള്ളവരാണ്, ഇവരെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് സിനിമയിൽ. ഫാമിലി ആയിട്ട് നമ്മുടെ അമ്മമാരെയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് നമുക്ക് ഒരു പുഞ്ചിരി വിടർത്തി സിനിമ കണ്ട് തിരിച്ചു വരാമെന്നാണ് എനിക്ക് മന്ദാകിനി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇതിൽ ക്യാരക്ടർ, കഥാപാത്രങ്ങൾ, കാസ്റ്റിങ്, അത് ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയണം. ഇതിൽ ആൺ കഥാപാത്രങ്ങൾ, പെൺ കഥാപാത്രങ്ങളെന്ന് പറയാം. ഇതിൽ ആൺ കഥാപാത്രങ്ങളിൽ വിനീത് തട്ടിയിൽ കേട്ടോ മച്ചായി അങ്ങനെ കാണുമ്പോൾ എനിക്ക് ബാബുരാജിനെ പോലെ തോന്നും. നമ്മുടെ പോഞ്ഞിക്കരയെ പോലത്തെ ഒരു ക്യാരക്ടറാണ്, അധികം ചിരിക്കുകയൊന്നുമില്ല. പക്ഷേ ത്രൂ ഔട്ട് സിനിമയിലുണ്ട്. അങ്ങേര് വന്ന് സംസാരിക്കുന്നത് അത്രയും കോമഡിയാണ്. ത്രൂ ഔട്ട് അങ്ങനെ ചിരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കുട്ടിയകിൽ സ്കിറ്റിലൊക്കെ ചെയ്യുമ്പോഴുള്ള പുള്ളിയിലൊരു സാധനം അറിയാമല്ലോ, അതല്ല ഇതിൽ. കറക്റ്റ് ടിപ്പിക്കലായിട്ട് നമ്മളെ ഗ്രാമത്തിലൊക്കെ ഒരു ഫുൾ ടൈം കീടമായിട്ട് കിടക്കുന്ന പയ്യ എടുത്തോണ്ടല്ലോ, താടിയൊക്കെ അതുപോലെ ഷേപ്പൊന്നും ചെയ്യാതെ താടിയൊക്കെ വെച്ച് കിടക്കുന്ന കറക്റ്റ് ആൾ ത്രൂ ഔട്ടുണ്ട്. കുട്ടിയകിൽ കിടുക്കാച്ചിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അജയ് വാസുദേവിന് വലിയ റോളൊന്നുമല്ല, പക്ഷേ ഉണ്ട്, പടത്തിലുണ്ട്. അതുള്ളതൊക്കെ നൈസായിട്ട് അവർ ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഗണപതിയും പക്ക കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഗണപതിയുടെ കുറച്ച് സംഭവങ്ങൾ സിനിമയിൽ ഉണ്ട്. പിന്നെ ജൂഡ് ആൻ്റണി ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ലാൽ ജോസ് ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ജാഫർ അടിക്ക് വന്നിട്ട് കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു പോയിട്ടുണ്ട്. പേഴ്സണലി എനിക്കതൊന്നും വർക്കായിട്ടില്ല. പിന്നെ വിനോദ് ഗിന്നസ്, പ്രതീഷ് ജേക്കബ്, ജിയോ ബേബി വന്ന് ചുമ്മാ എന്താ പറയുക, നമുക്ക് ചിരി വരും. ഒരു സാധനമുണ്ട്, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. അത് ഞാൻ ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഞാൻ ഈ സിറ്റുവേഷൻ ഒന്നും എടുത്ത് പറയത്തില്ലായിരുന്നു. തുടക്കത്തിലുള്ളൊരു സംഭവമാണ്. നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി ചിക്കനൊക്കെ വിളമ്പുന്ന സംഭവമാണെന്ന് വിചാരിച്ചു. അപ്പം അവർ മാക്സിമം പിടിച്ചേ വിളമ്പത്തുള്ളൂ, കാരണം എല്ലാവരും കൂടെ തീക്കണ്ടേ. അതുകൊണ്ട് 1-2 പീസ് ഇട്ടിട്ട് ഇവരങ്ങ് പോകും. അപ്പം നമ്മളിങ്ങനെ ദയനീയമായിട്ട് തൊട്ടിയിരിക്കുന്ന നോക്കും ചിക്കൻ പീസിൻ്റെ. അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, കിടുവായിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ, നൈസ് സാധനങ്ങൾ ഈ പടത്തിൽ ത്രൂ ഔട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ അതിലെ കോമഡികൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ഭാഗ്യവന്മാർ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പുരുഷ കഥാപാത്രങ്ങൾ. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ, എസ്പെഷ്യലി ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് വന്ന ഒരു ചേച്ചിയുണ്ട് കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ലടേ. അവരെ മാസമൊക്കെ ഉണ്ട് പടത്തിൽ. ഭയങ്കര വെറൈറ്റി. എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു സ്ത്രീയൊക്കെ അത്രയും പ്രാധാന്യം കൊടുത്ത് അത്രയും ഇതിലുള്ള കേന്ദ്ര കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മേളിൽ പ്രാധാന്യം കൊടുത്ത് കോമഡി സിനിമകളൊക്കെ വളരെ റെയറായിട്ടേ സംഭവിക്കുകയുള്ളൂ. പണ്ട് കാലത്തുണ്ടായിരുന്നു പടക്കൊഴുകുന്ന നൂറ്റാണ്ടുകൾ, അതുപോലെ പടക്കൊഴുകുന്ന നൂറ്റാണ്ട്, അതുപോലെ മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ അപ്പോൾ ലെജൻഡറി ആയിട്ടുള്ള അത്രയും നടിമാരാണ് നമുക്കുള്ളത്. KPS ലളിതയാണെങ്കിലും, കൽപ്പന ചേച്ചിയാണെങ്കിലും, ഉർവശി ചേച്ചിയാണെങ്കിലും, നമ്മുടെ ബിന്ദു പണിക്കരായാലും അത്രയും ലെജൻഡറി ആയിട്ടുള്ള അവരുടെ ഒരു സമയമായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനത്തെ നടിമാരധികം ഇല്ല. ആ സമയത്താണ് ഇവർ വന്ന് നിന്നിട്ട് ഇതിൽ സ്കോർ ചെയ്തിട്ട് പോകുന്നതെന്നുള്ളത് അത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ അശ്വതി ശ്രീകാന്ത്, അവർ കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ, നൈസായിരുന്നു. പിന്നെ പ്രിയ വാര്യർ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, വലിയ ഇതൊന്നുമില്ല. അൽത്താഫിൻ്റെ ആ അമ്മ കഥാപാത്രം ചെയ്തിരിക്കുന്ന നടിയുടെ പേര് സരിത കുക്കുവാണ്. ഒരുപാട് സിനിമയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ, നല്ല ഒരു ഗംഭീര നടി തന്നെയാണ്. ബബിത ബഷീർ എന്നൊരു നടിയുണ്ട്, അവരുടെ റോൾ കിടുവായിരുന്നു, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. രശ്മി അനിൽ ഇതിലൊരു മറ്റേ പരദൂഷണ കമ്മിറ്റി പ്രസിഡന്റ് പോലത്തെ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനാർക്കലി മരക്കാറ് ബ്യൂട്ടിഫുൾ അണ്ണ നന്നായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മറ്റേ മലർ മിസ്സിനെ പോലെയൊക്കെ എനിക്ക് തോന്നി അനാർക്കലിയെ കണ്ടപ്പോൾ. അതാണ്. അപ്പോൾ ഇതിൽ ഈ ഒന്ന് രണ്ട് പേര് അൽത്താഫ് ചിലയിടങ്ങളിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ കുറച്ചിടത്തൊക്കെ ഓവറായിട്ട് എനിക്ക് തോന്നി. അതല്ല ജാഫർ ഇടിക്കൽ കഥാപാത്രം, ഇവർ രണ്ടുപേരും ഒഴിപ്പിച്ചേർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് കൊണ്ട് ഈ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാം. പിന്നെ പാട്ടുകൾ, ലാസ്റ്റത്തെ ക്ലൈമാക്സ് വരുന്ന ഒരു പാട്ട് അടിപൊളിയായിരുന്നു. ബിബിനാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ ഷെറിലാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പടമാണ്, 2 മണിക്കൂർ ചില്ലുവാനേ ഉള്ളൂ സിനിമ. ഒരു വൈബിൽ കണ്ടിട്ട് പോകാവുന്ന ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള, എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു സിനിമയാണ്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇപ്പോൾ ഇറങ്ങണ 90% പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി എൻ്റെ കുഴപ്പമാണോ അതോ സിനിമകളുടെ മേന്മയാണോ എന്ന് എനിക്ക് പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ടായിരുന്നു, നമ്മുടെ അശ്വന്ത് ഗോക്ക് ടർബോ സിനിമയ്ക്ക് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയനാണ് കൊടുത്തത്. ഒരു ശരാശരി അഭിപ്രായമാണ് പറഞ്ഞത്. പുള്ളിയുടെ റിവ്യൂ മമ്മൂട്ടി കമ്പനി സ്ട്രൈക്ക് ചെയ്ത് തൂക്കിയിട്ടുണ്ട്. നമുക്കിതുപോലെയൊക്കെ കുറേ സ്ട്രൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, മറ്റേ ബോസ് ആൻഡ് കോയ്ക്കൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത്രയും പ്രോഗ്രസീവായിട്ട് പറയുമ്പം പ്രേക്ഷകർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, റിവ്യൂ പറയേണ്ട അഭിപ്രായമുണ്ട്, അവകാശമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു അല്പത്തരം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കഷ്ടം തന്നെ കേട്ടോ. വരട്ടെ.